ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സീനറി പിക്ചർ വരയ്ക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന പേപ്പറിൻ്റെ അളവ് A4 ഷീറ്റിൻ്റെ ഹാഫാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇവിടെ യൂസ് ചെയ്യുന്നത് സെലോ ടേപ്പാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു സെലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ മാസ്കിംഗ് ടേപ്പോ സാധാരണ സെലോ ടേപ്പോ ഏതായാലും മതി. അപ്പോൾ നമ്മൾ ഈ അളവിൽ നമ്മൾ പേപ്പറിൽ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ഡ്രോയിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനൊരു ബോർഡർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ സെലോ ടേപ്പ് ഒട്ടിക്കുന്നത്. ഇങ്ങനെ 4 സൈഡും നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഞാൻ ഇവിടെ 4 കളേഴ്സും കൊണ്ടാണ് ഈ ഡ്രോയിങ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ പേസ്റ്റിൽ വന്നിട്ട് ഇതാണ്. ഇതിന് 50 ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 220 ആണ്. ഞാൻ ആദ്യമേ യൂസ് ചെയ്യുന്നത് പിങ്ക് ഷെയ്ഡാണ്. എന്നിട്ട് ഇത് ഓവൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം. എടുക്കുമെന്ന് തുടങ്ങണം. ലൈറ്റ് കളേഴ്സിൽ നിന്ന് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ലൈറ്റ് കളേഴ്സിന് ഡാർക്കിലോട്ട് തൂത്ത് പോകണം. ഇവിടെ ഞാൻ എല്ലാം ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് 8B പെൻസിലാണ്, അല്ലെങ്കിൽ 10B ആയാലും മതി. നല്ല ഡാർക്കുള്ള പെൻസിൽ വേണം, എന്നാലേ ഓയിൽ പേസ്റ്റലിൻ്റെ മുകളിൽ തെളിയുള്ളൂ. ഇനി നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വരച്ച സ്ഥലമെല്ലാം. പിന്നെ ഞാൻ വേറൊരു കളർ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആ ഷേപ്പിൽ തന്നെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ള് പേപ്പറിൽ.
ഇപ്പോൾ വരച്ച സ്ഥലമെല്ലാം പിന്നെയും കൈ കൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് മുമ്പേ എടുത്ത പെൻസിൽ തന്നെയാണ്, 8B പെൻസിലാണ്. എന്നിട്ട് ഞാൻ ആ പിക്ക് വരയ്ക്കുവാണ്. ഇനി നമ്മൾ വരച്ചതിൻ്റെ അകത്തെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇവിടെ ഞാനെല്ലാം ഷെയ്ഡ് ചെയ്തെടുത്തു. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് ഇതിൻ്റെ അകം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ്നറാണ്, അല്ലെങ്കിൽ വൈറ്റ് ജെൽ പെന്നോ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ കുത്തൂത്തിട്ട് കൊടുക്കണം. ഇവിടെ വൈറ്റ് ജെൽ പെന്നും കൊണ്ട് ഇതിൻ്റെ ബോർഡർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്.
ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച സെല്ലോ ടേപ്പ് എല്ലാം ഊരിയെടുക്കണം. ഊരിയെടുക്കുമ്പം പേപ്പർ കീറാതെ നോക്കണം. അപ്പോൾ നമുക്ക് ഊരിയെടുക്കുമ്പോൾ ഇങ്ങനെ ബോർഡറായിട്ട് കിട്ടും. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇങ്ങനത്തെ ഡ്രോയിങ്സോ പേപ്പർ ക്രാഫ്റ്റോ എല്ലാം വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇങ്ങനത്തെ അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ.